Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. നമുക്ക് വെക്കേഷനൊക്കെ ആണല്ലേ, കുട്ടികളെ വായിക്കാൻ, അതായത് ഒരു 4 വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് വായന കുട്ടികളിൽ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വായിക്കാൻ അറിയത്തില്ല അല്ലേ. ഈ ഒരു കാലഘട്ടത്തിലാണ് പേരൻസ് കുട്ടികളെ എങ്ങനെയാണ് റീഡിങ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും ഇന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കുട്ടികളെ റീഡിങ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഈ സ്റ്റെപ്പുകൾ എന്തെല്ലാം എന്നാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എടുക്കാൻ നേരത്ത് കുട്ടികൾക്ക് എന്താണ്, ആദ്യം ഫോണിക്സ് അറിയണം. ഫോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ഉച്ചാരണങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം എ തൊട്ട് Z വരെ ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ സൗണ്ട് അ, ബി എന്ന് പറയുന്ന ലെറ്ററിൻ്റെ സൗണ്ട് ബ, സി എന്ന് പറയുന്ന ക, ഡി ഡ, ഇ എ, എഫ് ജി ഗ, എച്ച് ഹ, ഐ ഇ, ജെ ജ, കെ ക, എൽ ൽ, എം എൻ ഒ ഓ, പി പ, ക്യു ഖ, ആർ ർ, എസ് ടി ട്, യു അ, വി വ, ഡബ്ല്യു വ, എക്സ് വൈ യ, സെഡ് സ്. അതാണ് ലെറ്ററിൻ്റെ സൗണ്ടുകൾ. അപ്പോൾ ഈ ലെറ്ററിൻ്റെ സൗണ്ടുകൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം കുട്ടികൾ ഇതിൽ സ്വരം ഏതാണ്, വവൽ ഏത്, അതായത് സ്വരത്തിനെയാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്, വ്യഞ്ജനത്തിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്താണ്, ഈ തന്നിരിക്കുന്ന ലെറ്ററുകളിൽ നിന്ന് സ്വരാക്ഷരങ്ങൾ ഏതാണെന്നും വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണെന്നും മനസ്സിലാക്കണം. അതായത് സ്വരം എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു, അതാണ് ഇംഗ്ലീഷിൽ 5 വവൽസ് ആണ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് എ ഇ ഐ ഒ യു. കൺസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ ഐ ഒ യു അല്ലാത്ത ബാക്കി 21 ലെറ്റേഴ്സിനെ നമ്മൾ കൺസണൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും കുട്ടികൾ തറവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് വവൽ കൺസണൻസ് വേർഡ്സിലാണ്. അതായത് വവൽ എന്ന് പറയുന്ന നേരത്തെ എന്താണ്, സ്വരവും സി എന്ന് പറയുന്ന കൺസണൻറ്റ്, അതായത് വവൽസും കൺസണൻറ്റും തമ്മിലുള്ള വരുന്ന വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് അറിയാം, വി സി വേർഡ്സ് എന്ന് നമ്മളത് പറയും. അതായത് 2 ലെറ്റർ വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പം എ എടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ എ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വവൽ, എയുടെ സൗണ്ട് ആയാണ്. അതിൻ്റെ കൂടെ വേറൊരു കൺസണൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ എ എന്ന് പറയുന്നത് അ, ബ, ആപ്പ്. അപ്പോൾ എ എന്ന് പറയുന്ന വവലിൻ്റെ കൂടെ ബി എന്ന് പറയുന്ന കൺസണൻ്റ് കൂടി, അതായത് ആപ്പ്, ആഗ്, ആൻ, അറ്റ്, ആഡ്, അലൈക്ക്. ഇനി ഇ ആണ് വരുമ്പോൾ എ, ബ, എബ്, എറ്റ്, എറ്റ്, എൻ, എൻ. ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. അങ്ങനെ എല്ലാ വവൽസും ഓരോ കൺസണൻസുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട് വ്യത്യാസങ്ങളാണ് നമ്മൾ പിന്നെ പഠിപ്പിക്കുന്നത്, അതായത് 2 ലെറ്റർ വേർഡ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സി വി വേർഡ്സ്, അതായത് കൺസണൻറ്റ് വവൽ വേർഡ്സ്. അതായത് ഫസ്റ്റ് നമുക്കറിയാം ബ എന്ന് പറയുന്നത് ഒരു കൺസണൻ്റ് ആണ്. അതിൻ്റെ കൂടെ അ എന്ന് പറയുന്ന വവലൊന്ന് ബ, ക, ഡ, ഫ, മ. ഈ ഒരു പാറ്റേണിൽ നമ്മൾ എന്താണ് പിന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന 2 ലെറ്റർ വേർഡ്സ് സി വി ഫോമിലായിരിക്കും, അതായത് കൺസണൻറ്റ് വവൽ ഫോമിലായിരിക്കും. ദെൻ സി വി സി വേർഡ്സ്. അതിനുശേഷമാണ് കുട്ടികളെ എന്താണ് സി വി സി വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സി വി സി വേർഡ്സ് എന്ന് പറഞ്ഞാൽ കൺസണൻറ്റ് വവൽ കൺസണൻസ് ആണ്. അതായത് സെൻറ്ററിൽ എന്ത് വരും, വവൽസ് വരുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഗ്, ബ, ആ, ഗ, ബാഗ്. അതിനകത്ത് എ എവിടെയാണ് വന്നിരിക്കുന്നത്, എസ് ഇൻ സെൻറ്റർ, അതായത് കൺസണൻറ്റ് വവൽ കൺസണൻറ്റ്. ഈ ഒരു പാറ്റേണിലായിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ വേർഡ്സ് പഠിപ്പിക്കുന്നത്. ഈ സി വി സി ശേഷം നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ബ്ലെൻഡ്സ് ആണ്. ബ്ലെൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 കൺസണൻസ് ജോയിൻ ടുഗദർ ചെയ്യുന്നിടത്ത് പുതിയൊരു സൗണ്ട് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ ബ, ല കൂടുമ്പോൾ ബ്ല, ക, ല കൂടുമ്പോൾ ക്ല. ഈ ഒരു പാറ്റേൺ ബ്ല, ക്ല, പ്ല, സ്ല, ഇതൊക്കെ എന്താണ് ബ്ലെൻഡ്സിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ബ്ലെൻഡ്സ് ആണ്, ഇനിഷ്യൽ ബ്ലെൻഡ്സ്. അതായത് ഇപ്പോൾ സ്ല വരുമ്പോൾ സ്ലീപ്പ്, ബ്ല, ബ്ലെൻഡ്, ബ്ലെയിം, ഒരു പാറ്റേണിൽ. അതിനുശേഷം കുട്ടികൾക്ക് ചെയ്യേണ്ട അടുത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഡയഗ്രാഫ്സാണ്. ഡയഗ്രാഫ്സ് വരുന്ന ഷ, ത, ച,
അ ഫ് വ് ഇതെല്ലാം എന്താണ് ഡയഗ്രാഫ്സ് ആണ്. ഈ ഡയഗ്രാഫ്സ് ആണ് ഇതിന് ശേഷം കുട്ടികൾക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷത്ത് ഇതൊക്കെ വരുമ്പോൾ ഇത് ചേർന്നിട്ടുള്ള ഫസ്റ്റ് വേർഡ്സ് കുട്ടികളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ചെയർ, ഷാം, ചേസ്, ഇതൊക്കെ എന്താണ് ചേർന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ ഷൈൻ, ഈ പറയുന്ന വേർഡ്സുകൾ നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അതിനുശേഷം നമ്മൾ പഠിപ്പിക്കുന്നതാണ് CCVC വേർഡ്സ്. CCVC എന്ന് വെച്ചാൽ കൺസണൻറ്റ് വൗവൽ കൺസണൻസ് പാറ്റേണിൽ വരുന്ന നോക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ലോങ് വവൽസ് ആണ്. ലോങ് വവൽസ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം ഷോർട്ട് സൗണ്ടാണ്. ഇനി ഈ പറയുന്ന വവൽസിന് ലോങ് സൗണ്ട്സുകളുണ്ട്. എയുടെ സൗണ്ട് എ തന്നെ, ഈയുടെ സൗണ്ട് ഇ തന്നെ, ഐയുടെ സൗണ്ട് ഐ, ഓയുടെ സൗണ്ട് ഒ, യുടെ സൗണ്ട് യു തന്നെ. പക്ഷേ ഇത് കൂടെ, അതായത് നമുക്ക് വവൽസിന് ചില റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ലോങ് വവൽസ് വരുമ്പോൾ രണ്ട് ഒരു വേർഡ്സിൽ അതിപ്പോൾ കേക്ക് എന്നൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ക എ ഖ അവിടെ ഈ സൈലൻ്റ് ആണ് അല്ലേ, അത് ലോങ് വവൽസിൻ്റെ ഗുണമാണ്. ഒരു വേർഡിൽ 2 വവൽസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ വവൽ മാത്രമാണ് പ്രൊനൗൺസ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പാറ്റേണിൽ നമുക്ക് വേർഡ്സുകൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം സൈലൻറ്റ് ഇ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് സൈലൻറ്റ് ഇ എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്കറിയാം കേക്കിൽ 2 സൈലൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈലൻ്റ് ഈനെ മാജിക് ഇ എന്നും പറയാവുന്നതാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഇ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എന്ത് പറയുന്ന കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ സിലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് നമ്മൾ കുട്ടികളെ റീഡ് ചെയ്യിപ്പിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഒരു വലിയ വേർഡിനെ നമ്മൾ പല ചങ്ക്സ് ആയിട്ട് തിരിച്ച് അതിനെ റീഡ് ചെയ്യിപ്പിക്കുന്ന സിലബിൾസ് എന്ന് പറയും. അതിനുശേഷമാണ് കോംപ്രിഹെൻഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയിലേക്ക് റീഡിങ് എത്തിക്കേണ്ടത്. ആദ്യമേ നമ്മൾ കുട്ടിയെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് റീഡ് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യ അക്ഷരങ്ങൾ മനസ്സിലാക്കണം. ദെൻ അതിൻ്റെ അകത്ത് സ്വരം ഏതാണ്, വ്യഞ്ജനം ഏതാണെന്ന് മനസ്സിലാക്കണം. അങ്ങ് ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ റീഡിങ് ഫോളോ ചെയ്താൽ കുട്ടികൾ വളരെ നന്നായിട്ട് തന്നെ റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.